കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള ബെനഡിക്റ്റിൻ ആശ്രമം കപ്പാടാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഒരു യാത്രക്കിടയിലാണ് ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രധാന ഉദ്ദേശം പല പ്രാവശ്യം ആവർത്തിച്ച് കേട്ട ഈ ഒരു കപ്പാട് ആശ്രമം, സെന്റ് തോമസ് ബെനഡിക്റ്റിൻ ആശ്രമം ഒന്ന് കയറി കാണണം. അവിടെയുള്ള വൈദികർ പലപ്പോഴും ഈ ഒരു ദേവാലയത്തിൽ വന്ന് സഹായിക്കുവാൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ആശ്രമത്തെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അവർ പല പ്രാവശ്യം എന്നെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും പല ആവശ്യങ്ങൾ മൂലം പല രീതിയിലുള്ള തടസ്സങ്ങളായിരുന്നു ഈ ഒരു യാത്രയ്ക്കുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു ഭാഗത്തുള്ള ഒരു ഹോളി കമ്മ്യൂണിയനുമായി ബന്ധപ്പെട്ട് ഞാൻ യാത്രക്കിടയിൽ നേരത്തെ ഇറങ്ങി ഈ ഒരു ബെനഡിക്റ്റിൻ ആശ്രമത്തിൽ എത്തിച്ചേരുകയായിരുന്നു ചെയ്തത്. എന്നെ പല പ്രാവശ്യം ഈ ഇടവകയെ സഹായിച്ച വൈദികൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ മുതൽ ഇതിന്റെ സുപ്പീരിയർ മുതൽ എല്ലാ വൈദികരും നല്ല ഒരു സ്വീകരണം എനിക്ക് നൽകുകയുണ്ടായി. അതും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. ഒരു ആശ്രമ ജീവിതമാണ് ഇവിടെയുള്ള വൈദികർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ആശ്രമത്തിന് പറ്റിയ രീതിയിലുള്ള ജീവിത രീതിയും അതുപോലെയുള്ള ഒരു സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഒരു ദേവാലയ ഘടനയുമാണ് ഇവിടെ എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. ഇതിന്റെ റൂഫിങ്ങിന് പോലും വലിയ പ്രത്യേകതയുണ്ട്. ഇതിന്റെ സ്ട്രക്ചറും ആ ഒരു ആശ്രമവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ള കാര്യം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാന വാതിലാണ് തൊട്ടു മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും പ്രധാന വാതിലാണ്. പുറത്തുനിന്നുള്ള ദൈവജനം ആരെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ ആ പ്രധാന വാതിലൂടെയാണ് പ്രവേശിക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു ആശ്രമം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വരുമാനം കൊണ്ട് മാത്രമാണ് ആശ്രമാധികൾ പ്രധാനമായിട്ടും ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഇവിടെ ഒരു പശു ഫാമുണ്ട്. അതിൽ നിന്ന് ലഭ്യമാകുന്ന നല്ല ഒരു വരുമാനം ഇവരുടെ നിത്യേനയുള്ള ജീവിതത്തിന് ഏറെ സഹായകരമായിട്ട് മാറുന്നുണ്ട്. പിന്നെ മറ്റു പലരുടെയും സഹായങ്ങളൊക്കെ ഇവർക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. വിദേശ ഫണ്ടുകളിൽ നിന്നാണ് പ്രധാനമായിട്ടും കപ്പാട് ആശ്രമം ഇത്തരണത്തിൽ മനോഹരമായ രീതിയിൽ ഈ അടുത്ത കാലത്ത് പണികഴിപ്പിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2000-ന് ശേഷമാണ് ഈ ഒരു ദേവാലയത്തിന്റെ നിർമ്മിതി ഇത്രമാത്രം കരിങ്കൽ കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് സങ്കീർത്തിയുടെ ഭാഗമാണ്. വൈദികർ മാത്രമാണ് ഈ ഒരു വാതിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അകത്തേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ പ്രത്യേക രീതിയിലുള്ള ഒരു ഗോത്തിക് സ്ട്രക്ചറാണ് മുകൾ ഭാഗത്തും താഴ്വാരങ്ങളിലുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പല രീതിയിലുള്ള തൂണുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇതിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സക്കാരി അടങ്ങിയിരിക്കുന്ന ഈ ഒരു ഭാഗമാണ്. ഇത് ഒരു മുറി പോലെയാണ് അവർ നൽകിയിരിക്കുന്നത്. ഇതിലെ ഓരോ തൂണുകളും 4 തൂണുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഓരോ തൂണും ഓരോ സുവിശേഷകന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. ഈശോ മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, രൂപാന്തരീകരണ സമയത്ത് ഉണ്ടായ ആ 3 കൂടാരങ്ങളുടെ ചിന്തകളിൽ നിന്നാണ് ഈ ഒരു ഗോത്തിക് സ്ട്രക്ചറിലുള്ള ഈ ഒരു ആശ്രമ ദേവാലയം നിലകൊള്ളുന്നത്. എന്റെ കൂടെ വന്നിരിക്കുന്ന ഒരു വൈദികനിൽ നിന്നാണ് ഈ ഒരു സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ചരിത്രത്തെക്കുറിച്ചുള്ള ചിന്തകൾ എനിക്ക് പകർന്നു നൽകിയത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തിയുടെ ഭാഗമാണ്. ഇത് ഒരു കൂടാരത്തിന്റെ ഭാഗമാണ്. ഈ ഒരു കൂടാരം പൂർണ്ണമായിട്ടും തിരുവസ്ത്രങ്ങൾ വയ്ക്കുന്നതിന് വേണ്ടിയും വൈദിക വെസ്റ്റ്മെന്റ് വയ്ക്കുന്നതിന് വേണ്ടിയും വെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഒക്കെയായിട്ടാണ് ഈ ഒരു കൂടാരം ഉപയോഗിക്കുന്നത്. ഈ ഒരു ദേവാലയത്തിലെ ഓരോ ഭാഗവും അറിയപ്പെടുന്നത് ഓരോ കൂടാരം എന്നുള്ള പേരിലാണ്. അത്തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുകയും രൂപകൽപ്പന ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ ദൈവജനം നിൽക്കുന്ന ഇടമാണ്. ധാരാളം വൈദികർ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ബെനഡിക്റ്റിൻ ആശ്രമങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉള്ള ആശ്രമങ്ങളിലൊക്കെ നന്നായിട്ട് വൈദികരുടെ സാന്നിധ്യമുണ്ട്. മുകൾ ഭാഗമൊക്കെ അതിമനോഹരമായ രീതിയിൽ ഒരു ഗോതിക് സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിമനോഹരമായ ഒരു അൾത്താരയും ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കും. കാഞ്ഞിരപ്പള്ളി രൂപതയോട് ചേർന്നാണ് ഇവിടുത്തെ ലിറ്റർജിക്കൽ കർമ്മങ്ങളെല്ലാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ സീറോ മലബാർ റൈറ്റിലുള്ള ആരാധനക്രമമാണ് ഇവിടെ എല്ലാം പാലിക്കപ്പെടുന്നത്.